നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാലുകൾക്ക് അമിതമായിട്ട് നീർക്കെട്ടിന്റെ അല്ലെങ്കിൽ നീരിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക. കാലിൽ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണോ നീരുള്ളത് ആ ഭാഗത്ത് 5 സെക്കൻഡ് ഒന്ന് അമർത്തി വെക്കുക. അതിനുശേഷം കൈകൾ പിൻവലിക്കുക. ശേഷം ആ ഒരു ഭാഗം കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നീരുള്ള ഭാഗത്ത് കുഴിഞ്ഞു തന്നെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നോർമൽ സ്കിന്നിലേക്ക് വേഗം എത്തുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. വളരെ മെല്ലെ മാത്രമാണ് എത്തുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഇത് തികച്ചും നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്കതൊരു ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മെഡിക്കൽ ടൈമിൽ ഇതിനെ പിറ്റിംഗ് എഡിമ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 3 പോഷകങ്ങളുടെ കുറവ് മൂലമാണ് ഇവ ഉണ്ടാകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ 3 പ്രധാന പോഷകങ്ങൾ ഏതൊക്കെയാണ്, ഏത് വിധത്തിൽ ഇതിനെ നമുക്ക് പരിഹരിക്കാം, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. ഓരോ ഭാഗവും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കും. ഇതിൽ വരുന്ന ആദ്യത്തെ പോഷകം എന്ന് പറയുന്നത് വിറ്റമിൻ B1, അതായത് തയാമിൻ ആണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിറ്റമിൻ ആണ്, എന്നാൽ പലപ്പോഴും ഇത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമാണ്. ഈ വിറ്റമിന്റെ കുറവെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം, രക്തധമനികളുടെ ആരോഗ്യത്തിനെയൊക്കെ തന്നെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇവയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സഹായകരമാകുന്നതുമാണ്. ഈ ഒരു വിറ്റമിൻ B1ന്റെ കുറവ് മൂലം നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്നത് വെറ്റ് ബെർബറി എന്നുള്ളൊരു അവസ്ഥയാണ്. മെഡിക്കൽ ടൈമിൽ വെറ്റ് ബെർബറി എന്നാണ് പറയുന്നത്. അതായത് രക്തധമനികളുടെ ഭിത്തികളുടെ ബലഹീനത ഉണ്ടാവുകയും ഇതുമൂലം രക്തോട്ടം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, വൃക്കകളിൽ നിന്ന്, അതായത് വൃക്കകൾ ഉപ്പിനെ സ്വീകരിക്കാതിരിക്കുകയും ഇത് അമിതമായിട്ട് വരുന്ന സമയത്തേക്ക് വെള്ളം നമ്മുടെ കാലുകളിലേക്ക് കെട്ടിക്കിടക്കുന്ന അവസ്ഥയും നീർവീക്കും കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു വിറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ടാണ് കണക്കുകളൊക്കെ തന്നെ പറയപ്പെടുന്നത്. അതും ഈ ഒരു വിറ്റമിൻ B1 കുറയാൻ കാരണമാവുന്നത് നമ്മുടെ ഭക്ഷണ രീതികളാണ്. പ്രധാനമായിട്ടും മൈദ അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും, അതുപോലെ വൈറ്റ് റൈസ് അടങ്ങിയിട്ടുള്ളത്, അതായത് നമ്മളിപ്പോൾ തവിട് കളഞ്ഞിട്ടുള്ള അരികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. വെള്ള അരികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവര്, ഷുഗർ കണ്ടന്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നവര്, നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബേക്കറി പലഹാരങ്ങളിലെ ഷുഗർ കണ്ടന്റ് ആയിക്കോട്ടെ, ഇവ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിലും ഒക്കെ തന്നെ B1ന്റെ കുറവ് കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ്. ഈ ഡെഫിഷ്യൻസി മാറാൻ വേണ്ടിയിട്ട് 5 പ്രധാന ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് സൂര്യകാന്തിയുടെ വിത്തുകളാണ്. സൂര്യകാന്തിയുടെ വിത്തുകളിൽ നമുക്ക് സമൃദ്ധിയായിട്ട് B1 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിറ്റമിൻ ഇയും നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒരു പിടി അളവായിട്ടുള്ള സൂര്യകാന്തിയുടെ വിത്ത് എടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വറുത്തിട്ട് അത് പൊടിച്ചെടുക്കുക. ഈ പൊടിയിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള പൊടി ദിവസവും ഒരു 1/4 ഗ്ലാസ് അളവായിട്ടുള്ള തൈരിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ കഴിക്കുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റിന് ശേഷം ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ B1 ലഭിക്കാൻ വേണ്ടി ഗുണകരമാകുന്നതാണ്. രണ്ടാമത്, സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. കടലയാണ് നമുക്ക് കഴിക്കേണ്ടത്. ഇതും ഒരു പിടി അളവായിട്ടുള്ള കടല കഴിക്കുന്നതും ഈ ഒരു B1 വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മൂന്നാമത്, വൻപയർ, രാജ്മ, കറുത്ത കടല മുതലായിട്ടുള്ളവ നമ്മൾ ഈ ഒരു കടല വർഗ്ഗങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഈ പറഞ്ഞിട്ടുള്ള ഫൈബർ കണ്ടന്റും ഉയർന്ന അളവിലുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വിറ്റമിൻ B1 വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും സഹായിക്കും. നാലാമത്, തവിട് കളയാത്ത അരി ഉപയോഗിക്കുക, ബ്രൗൺ റൈസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മട്ട അരി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓട്സും ഏറ്റവും നല്ലതാണ്. നമുക്ക് സ്റ്റീൽ കട്ട് ആയിട്ടുള്ള ഓട്സ് കഴിക്കുക എന്നുള്ളതാണ്. സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് ഉപ്പുമാവ് രീതിയിലോ അല്ലെങ്കിൽ പുട്ടായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ വ്യത്യസ്ത രീതികളിൽ ഉപയോഗപ്പെടുത്താം. അതുപോലെ അരി കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചാക്കരിയെ കഴിഞ്ഞും കൂടുതൽ കുത്തരി നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തവിട് കളയാത്ത അരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അടുത്ത 5-മത്, ഗ്രീൻ പീസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഡയറ്റ്സിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിലും ഉയർന്ന അളവിൽ വിറ്റമിൻ B1 അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 5 ഭക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഗുണകരമാണ്. ഇനി രണ്ടാമത്തെ പോഷകം എന്ന് പറയുന്നത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ സോഡിയത്തിന്റെ ലെവൽ, അല്ലെങ്കിൽ പൊട്ടാസ്യം നമുക്ക് ഉയർന്ന അളവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയാൻ വേണ്ടിയിട്ടും ഇതുവഴി കാലുകളിലുള്ള അമിതമായിട്ടുള്ള നീർക്കെട്ട്, അതുപോലെ വെള്ളം തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ വറ്റാൻ വേണ്ടിയിട്ടും ഗുണകരമാകുന്നതാണ്. ഒരു ദിവസത്തിൽ 3500 തൊട്ട് 4700 mg ആണ് ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യത്തിന്റെ അളവെന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമുക്കൊരു 70-80% പോലും നമുക്ക് പൊട്ടാസ്യം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ
തയ്യാറാക്കപ്പെടേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരുപാട് വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തി ഉയർത്താൻ വേണ്ടി ഒക്കെ തന്നെ ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് പുഴുങ്ങിയിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള മധുരക്കിഴങ്ങിലൂടെ 400 തൊട്ട് 550 mg വരെയാണ് നമുക്ക് പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കാൻ സഹായിക്കുന്നത്. രണ്ടാമത് ഇളനീർ വെള്ളമാണ്. ഇതും നമ്മുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം കൂട്ടാൻ സഹായിക്കുന്നതാണ്. 400 തൊട്ട് 600 mg ആണ് നമുക്ക് ഈ ഒരു ഇളനീർ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന പൊട്ടാസ്യത്തിന്റെ അളവെന്ന് പറയുന്നത്. മൂന്നാമത് ചീര അല്ലെങ്കിൽ പാലക്ക എന്ന് പറയുന്നത് 1 കപ്പ് അളവായിട്ടുള്ള ചീര നമ്മൾ കഴിക്കുന്നതിലൂടെ 800 തൊട്ട് 840 mg വരെയാണ് നമുക്ക് ശരീരത്തിലേക്ക് പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത്. അടുത്തത് ഏറ്റവും ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് അവക്കാഡോയിലാണ്. 900 മുതൽ 1000 mg ആണ് നമുക്ക് ശരീരത്തിലേക്ക് പൊട്ടാസ്യം കൂട്ടാൻ സഹായിക്കുന്നത്. കൂടാതെ ഒരുപാട് വിറ്റമിൻസുകൾ ന്യൂട്രിയൻസുകൾ ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് ഈ ഒരു അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പൊട്ടാസ്യം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോ പൊട്ടാസ്യം ഡയറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ലോ പൊട്ടാസ്യം ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും കിഡ്നി പേഷ്യൻസുകളിൽ ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം കണ്ടന്റ് നമ്മൾ കഴിക്കുന്നത് ഗുണകരമല്ല. ഇനി മൂന്നാമത്തെ പോഷകം എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. നമ്മുടെ രക്തക്കുഴലുകളുടെയും അതുപോലെ ഞരമ്പുകളുടെയും ഒക്കെ തന്നെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പ്രധാന പോഷകമാണ് ഈ ഒരു മഗ്നീഷ്യം എന്ന് പറയുന്നത്. കാലുകളിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ നടത്താൻ സഹായിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം രാത്രി സമയങ്ങളിൽ കാലുകളിലേക്ക് അമിതമായിട്ട് വേദനകൾ വരാൻ വേണ്ടും മസിൽ പെയിൻ വരാനുള്ള സാധ്യതകളൊക്കെ തന്നെ കൂടുതലാണ്. അതിനൊപ്പം തന്നെ രാത്രി ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടും സാധ്യതകളുണ്ട്. മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് മത്തന്റെ കുരുവാണ്. ഉയർന്ന അളവിൽ തന്നെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള മത്തന്റെ കുരു സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ ആ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യം ലെവൽ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള മത്തന്റെ കുരു ഒരു പാനിലിട്ട് ചെറുതായിട്ട് ചൂടാക്കാം. എന്നിട്ട് ഇത് നമുക്ക് അതുപോലെ തന്നെ കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പൊടിച്ചിട്ടുള്ള രീതിയിൽ സാലഡ്സിൽ ചേർത്തിട്ടോ തൈരിൽ മിക്സ് ചെയ്തിട്ടോ നമുക്ക് ഭക്ഷണത്തിനൊപ്പം തന്നെ കഴിക്കാം. രണ്ടാമത് കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂവും കഴിക്കുക എന്നുള്ളതാണ്. ഇതും സ്നാക്സിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കാം. 4 ബദാമും അതുപോലെ തന്നെ 4 കാഷ്യൂനട്ടും നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അടുത്തത് മഗ്നീഷ്യത്തിന്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ചിയ സീഡാണ്. ചിയ സീഡിൽ ഉയർന്ന അളവിൽ ഫൈബറും ഉണ്ട്, അതിനൊപ്പം തന്നെ മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിയ സീഡ് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ തന്നെ 1 സ്പൂൺ അളവായിട്ടുള്ള ചിയ സീഡ് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം ഒരു 15-20 മിനിറ്റിന് ശേഷം ഈ ഒരു ചിയ സീഡ് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു കുതിർന്നിട്ടുള്ള ചിയ സീഡ് കുടിക്കുക എന്നുള്ളതാണ്. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. എന്നാൽ ഗ്യാസ്, അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ 11 മണി സമയത്തോ 4 മണി സമയത്തോ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ചിയ സീഡ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ തന്നെ അന്നത്തെ ദിവസം വെള്ളം കുടിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മഗ്നീഷ്യത്തിന്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് എള്ളാണ്. എള്ളിൽ ഉയർന്ന അളവിലെ കാൽസ്യം, അയൺ, സിങ്ക് മുതലായിട്ടുള്ള ഒരുപാട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എള്ള് നമ്മൾ കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് 1 സ്പൂൺ അളവായിട്ടുള്ള എള്ള് ചെറുതായിട്ട് പാലിൽ വറുത്തിട്ട് അത് രാവിലെ വെറും വയറ്റിൽ ചവച്ചരിച്ച് കഴിക്കുകയും അതിനൊപ്പം ചെറു ചൂടുവെള്ളം കുടിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 11 മണി സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ പലർക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ അമിതമായിട്ട് ഉണ്ടാവാം. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ രീതികളിൽ കഴിക്കുക. അല്ലെങ്കിൽ എള്ളുണ്ടയുടെ ഫോമിൽ നിങ്ങൾക്ക് എള്ളും ശർക്കരയും കൂടി ചേർത്തിട്ടുള്ള രീതിയിൽ കഴിക്കാം. ഇങ്ങനെ കഴിക്കുന്നതിലൂടെ അയൺ കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ രക്തം കുറവായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ മുടികൊഴിച്ചിലിന്റെ ബുദ്ധിമുട്ടുള്ളവർക്കും കാൽസ്യം കണ്ടന്റ് കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടാണ് ഈ മിക്സ് ഈ ഒരു ശർക്കരയും അതുപോലെ തന്നെ എള്ളും കൂടി ചേർത്തിട്ടുള്ള മിക്സ് കഴിക്കുക എന്നുള്ളത്. എള്ള് വറുത്തിട്ട് ശർക്കര പാനീയത്തിലാക്കി ഇത് ചെറിയ എള്ളുണ്ടകളായിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ അടച്ചു വെച്ച് ഓരോ സ്പൂണും ദിവസവും കഴിക്കുന്നതും ഗുണകരമാണ്. ഈ മേൽ പറഞ്ഞിട്ടുള്ള 3 പ്രധാന പോഷകങ്ങളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനൊപ്പം തന്നെ പ്രോട്ടീനും നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് ഓരോ ഗ്രാം വീതമാണ് പ്രോട്ടീൻ കൂടേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മതിയായിട്ടുള്ള അളവിൽ എല്ലാ ദിവസവും പ്രോട്ടീൻ ലഭിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനിൽ പ്രധാനമായിട്ടും ആൽബുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ
ഈ പറഞ്ഞിട്ടുള്ള വേദനകൾ, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്നത്. ഇപ്പൊ പ്രോട്ടീൻ ഉയർന്ന അളവിൽ നമ്മൾ അടങ്ങിയിട്ടുള്ളത് പാല്, തൈര്, മുട്ട, പനീർ മുതലായിട്ടുള്ളവയിലും ചിക്കൻ, മീൻ മുതലായിട്ടുള്ളവയിലും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദിവസവും നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള പോഷകങ്ങൾ നമ്മുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, പ്രോട്ടീൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.